രാജകുമാരി നിക്ക്. അനസൂയ ഈ വീട്ടിലെ കുട്ടിയാ, എന്റെ ചേട്ടന്റെ മകൾ. അവൾക്ക് ഞാൻ ഉത്തരവ് കൊടുക്കും. എന്റെ വാക്കുകൾ അവൾ അനുസരിക്കുകയും ചെയ്യും. അവളെ ശിക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള അധികാരം എനിക്കുണ്ട്. ഇവളോട് ഞാൻ ജോലി പറയും, അവളതനുസരിക്കും. നിന്നോട് ഇവിടെ ആരും ഒരു ജോലിയും പറയുന്നില്ല. നീ ഇങ്ങനെ സുഖിച്ച് നടക്കുന്നു. ഇത്തവണ നിനക്ക് പറ്റിയ ഒരു ജോലി ഞാൻ തരാം. നിന്റെ ജോലി പുറത്താ. മഹിയുമായി ദക്ഷയുടെ കല്യാണം ഉറപ്പിക്കുന്നത് വരെ ഈ വീട്ടിലെ സെക്യൂരിറ്റി പണി നീയാണ് നോക്കുന്നത്. സെക്യൂരിറ്റിയോ? ഞാനോ? സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇട്ട് നീ ഗേറ്റിൽ പോയി നിൽക്കൊന്നും വേണ്ട. ഇവിടെ നമ്മുടെ വീടിന്റെ മുൻവശത്ത് നീ ഉണ്ടാവണം. ഇവിടുത്തെ പണിക്കാരികളെല്ലാം നമ്മുടെ ശത്രുക്കളാ. എല്ലാവർക്കും ചിന്നൂനോടും മഹിയോടുമാണ് താല്പര്യം. അതുകൊണ്ട് അവര് ഹോസ്പിറ്റലിലേക്ക് പോകും വരെ നീ പുറത്ത് കാവലുണ്ടാവണം. അത് മഹി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവാതെ നോക്കണം. എൻഗേജ്മെന്റ് ഫംഗ്ഷൻ കഴിയുന്നതിന് മുൻപ് മഹി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയെന്ന് ഞാൻ അറിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. എന്നെ സെക്യൂരിറ്റി ആക്കിയല്ലേ? ഇതിന്റെ കണക്ക് ഞാൻ തീർത്തിരിക്കും. ചെവിയിലും നുള്ളിക്കോ രമാദേവി. ഇന്നല്ലെങ്കിൽ നാളെ ഈ അപമാനത്തിന് ഞാൻ പകരം വീട്ടിയിരിക്കും. എല്ലാ കണക്കുകളും ഞാൻ വൃത്തിയായി തീർത്തിരിക്കും. നോക്കിക്കോ. നാളെ ഈ വീട്ടിലെ മഹാറാണി ആവേണ്ടവളാ ഞാൻ. എന്നിട്ട് എന്നെ ഈ വീട്ടിലെ ഒരു കാവൽപ്പട്ടിയെ പോലെ കാവല് നിർത്തിയിരിക്കാം. എത്രയോ ജോലിക്കാരുണ്ട്. അവരെ ആരെങ്കിലും ഈ ജോലി ഏൽപ്പിച്ചാ പോരായിരുന്നോ? ഇത് എന്നോട് കാണിക്കുന്ന വെറുപ്പാ, അവരുടെ പക. നാളെ ഈ വീടിന്റെയും ബിസിനസിന്റെയും അധികാരമൊക്കെ എന്റെ കയ്യിൽ വരും. അന്ന് ഞാൻ രമാദേവിയെ ഈ വീടിന്റെ സെക്യൂരിറ്റിയായി ഗേറ്റിൽ നിർത്തും. ആ സമയം വരട്ടെ, കാണിച്ചു കൊടുക്കും ഞാൻ. കൊടുത്തിരിക്കും.